സന്തോഷം, സന്തോഷം, വലിയ സന്തോഷം, വലിയ അഭിമാനം. കഴിഞ്ഞ DY ചന്ദ്രചൂഡ് എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ യാത്രയയപ്പിൽ പറഞ്ഞതുപോലെ, കപിൽ സിബൽ സംസാരിച്ചതുപോലെ, സുപ്രീം കോടതി അതിൻ്റെ നിർമ്മാണ രീതി കൊണ്ടോ അതിൻ്റെ ആർച്ച് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഗരിമ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തെങ്കിലും ഗരിമ കൊണ്ടോ അല്ല ശ്രദ്ധേയമാകേണ്ടത്, നിലനിൽക്കേണ്ടത്. മറിച്ച് അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉജ്ജ്വല വിധികളായിരിക്കണം. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ സത്തയും മൂല്യങ്ങളും ജീവനും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മഹത്തരമായ ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരുത്തൻ്റെ, ഏതെങ്കിലും ഒരു ഇല്ലാത്തവൻ്റെ, അവൻ്റെ മേൽ ചുമത്തപ്പെടുന്ന എന്തെങ്കിലും കുറ്റങ്ങളുടെ മേൽ ഒരു പ്രോസസ്സിന് വിധേയമാകാതെ, ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകാതെ ഒരു പാവപ്പെട്ടവൻ്റെ വീട് ഇടിച്ച് കളഞ്ഞാൽ ആ ഇടിച്ചു കളയുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അയാൾ നഷ്ടപരിഹാരങ്ങൾക്ക് പുറമേ ആ ഇടിച്ചു കളഞ്ഞവൻ്റെ വീട് നിർമ്മിച്ചു കൊടുക്കുക കൂടി ചെയ്യണമെന്ന് BR ഗവായിയും വിശ്വനാഥൻ സാറും അടങ്ങുന്ന 2 ജഡ്ജിമാർ ഇന്ന് ഐകകണ്ഠ്യേന വിധി പ്രസ്താവന നടത്തി. മനോഹരമായ വിധിയാണത്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച ബുൾഡോസർ രാജിന് അന്ത്യം കുറിക്കുന്ന ആ വിധിയുടെ ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. ഇറ്റ് ഈസ് നോട്ട് എ ഹാപ്പി സൈറ്റ് ടു സീ വിമൺ, ചിൽഡ്രൻ ആൻഡ് ഏജ്ഡ് പേഴ്സൺസ് dragged to the overstreet overnight. Heavens will not fall on the authorities if they hold their hands for some period, court observed. വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ തെരുവിൽ രാത്രി ഉറക്കമൊഴിച്ചിരിക്കുന്ന കാഴ്ച അത്ര നല്ലതല്ല. അതൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ എടുക്കുന്ന സമയദൈർഘ്യം കൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞ് ആരുടെയും തലയിൽ വീഴില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ സാക്ഷാൽ യോഗി ആദിത്യനാഥ് തുടങ്ങിവെച്ച ബുൾഡോസർ രാജ് പിന്നീട് പല സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു കയറിയപ്പോൾ യാതൊരു മടിയുമില്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് പോലും പത്രസമ്മേളനങ്ങളിൽ ബുൾഡോസർ രാജ് വരാനിരിക്കുന്നു എന്ന് ആരെയോ ഭീഷണിപ്പെടുത്തുന്നത് പോലെ കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും, കേരളത്തിനകത്ത് പറയുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബുൾഡോസർ കൊണ്ടുപോയി ഇടിച്ച് നിരപ്പാക്കി രായ്ക്ക് രാമാനം ഇല്ലാതാക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് കാലമേറെയായി. അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് കൃത്യമായ നിയന്ത്രണങ്ങളോടുകൂടി സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എക്സിക്യൂട്ടീവിൻ്റെ പണി ചെയ്താൽ മതിയാവുന്നതാണ്. എക്സിക്യൂട്ടീവ് ഒരിക്കലും ജുഡീഷ്യറിയുടെ പണി ചെയ്യേണ്ട. ഒരാളിനെ കുറ്റക്കാരനാക്കുന്ന അല്ലെങ്കിൽ ഒരാൾ തെറ്റുകാരനാണോ, അയാൾ താമസിക്കുന്ന സ്ഥലം അത് അനധികൃതമാണോ എന്ന് കണ്ടെത്തേണ്ടത് ഒരു ജുഡീഷ്യൽ റിവ്യൂ പ്രോസസ്സിലാണ്. അല്ലാതെ മൈറ്റ് ഈസ് പവർ എന്ന് പറയുന്നത് പോലെ പേശിബലമുള്ളവൻ, അധികാരമുള്ളവൻ അങ്ങ് വലിയ കരുത്തനാണെന്ന തരത്തിൽ അത് പ്രയോഗിക്കുന്നത് റൂൾ ഓഫ് ലോയ്ക്ക് വിരുദ്ധമാണ്. ചുരുക്കി പറഞ്ഞാൽ കോടതിയും ഈ സംവിധാനവുമൊക്കെ ഇവിടെ ഇരിക്കുന്നത് ചെരയ്ക്കാനല്ല, ഇത് പരിശോധിക്കാനാണ്. അതിനുള്ള സമയക്രമങ്ങളും നടപടിക്രമങ്ങളും എന്തായിരിക്കണമെന്ന് ഇന്ന് BR ഗവായിയും അതോടൊപ്പം തന്നെ വിശ്വനാഥൻ അവറുകളും പ്രതിനിധാനം ചെയ്യുന്ന ബെഞ്ച് വളരെ കൃത്യമായി അതിൻ്റെ നടപടിക്രമങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് നോട്ടീസ് കൊടുക്കണം, ആ നോട്ടീസ് കൊടുത്തതിൻ്റെ സമയപരിധി നിശ്ചയിക്കണം എന്ന് മാത്രമല്ല അതിൻ്റെ കോപ്പി ഡിജിറ്റലി പബ്ലിഷ് ചെയ്യണം. ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറെ അറിയിക്കണം. കളക്ടർ ഒരു സംവിധാനം വെച്ച്, ഒരു നോഡൽ ഓഫീസറെ വെച്ച് അവർക്ക് ഈ നോട്ടീസ് സെർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. എന്നിട്ട് അവരെ കേൾക്കാൻ തയ്യാറാകണം. ആ ഹിയറിങ്ങിൻ്റെ മിനിറ്റ്സ് അത് രേഖപ്പെടുത്തണം. എന്നിട്ട് ആ പ്രസ്തുത രേഖകൾ വെച്ച് അതിലൊരു അന്തിമ തീരുമാനമെടുക്കാം. ആ എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായി അവർക്ക് മറ്റേതെങ്കിലും ഒരു ജുഡീഷ്യറി റിവ്യൂവിൽ പോകണമെങ്കിൽ അതിനുള്ള കാലതാമസം കൊടുക്കണം. എന്നിട്ട് എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചു വേണം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ കോടതി വേണ്ടാതെ, ഒരു നിയമപരിശോധനയ്ക്കും വിധേയമാക്കാതെ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളിയാവുന്നവൻ്റെ വീടിന് നേരെ, പ്രതിഷേധിക്കുന്നവൻ്റെ വീടിന് നേരെ, സമരം നടത്തുന്നവൻ്റെ വീടിന് നേരെ ഇനി ആർക്കും റോളറും കൊണ്ട് ചെന്ന്, ബുൾഡോസർ കൊണ്ട് ചെന്ന് ഇടിക്കാനാവാത്ത വിധം വളരെ കൃത്യമാണ് ഈ വിധി പ്രസ്താവന. അതോടൊപ്പം പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലം പൊളിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ വീഡിയോഗ്രാഫ് റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോഗ്രാഫ് കോടതി പരിശോധിക്കുന്നതാണ്. അത് അനധികൃതമാണെങ്കിൽ, അത് നിയമവിരുദ്ധമാണെങ്കിൽ, അത് അധികാരത്തിൻ്റെ ഭ്രാന്ത് പ്രയോഗിച്ച് നിരപരാധികളുടെ മേൽ കടന്നു കയറുന്നതാണെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ, ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ, അയാൾ നഷ്ടപരിഹാരം കൂടാതെ എന്താണോ തകർത്തത് അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയായി കണക്കാക്കി, അയാളുടെ മാത്രമല്ല അയാളുടെയും കുടുംബത്തിൻ്റെയും ലയബിലിറ്റിയായി കണക്കാക്കി അത് ഈടാക്കി പകരം വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടതാണ്. കൃത്യമാണിത്. എക്സിക്യൂട്ടീവിൻ്റെ പണി ചെയ്യണം, ജുഡീഷ്യറിയുടെ പണി ചെയ്യണം.
ലെജിസ്ലേച്ചറിൻ്റെ പണി ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അവരവരെ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് കൃത്യവും വ്യക്തവുമായി ചെയ്യേണ്ടത്. ഏതായാലും ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്, രാജ്യത്തിന് അഭിമാനകരമാണ്. ഭരണഘടനാപരമായി അത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിധിയായി മാറുന്നു എന്നതാണ് അഭിമാനകരമായ കാര്യം.